ഒരു അരി രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത്. ഇവിടെ അരിക്ക് വില കൂടുന്നു, അരി കിട്ടുന്നില്ല എന്നൊക്കെ പരാതി പറയുമ്പോൾ കേന്ദ്ര സർക്കാർ അരി കൊണ്ടൊരു രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നു എന്ന പരാതി ഉയരുന്നു. സംസ്ഥാനത്ത് ഭാരത് അരിയുടെ വിൽപ്പന തുടങ്ങി. അതായത് 1 കിലോ അരിക്ക് 29 രൂപയുള്ളൂ ഈ ഭാരത് അരിയുടെ വില. തൃശ്ശൂരിലെ 10 വാഹനങ്ങളും ഈ അരി വിതരണത്തിനായിട്ട് ഏർപ്പെടുത്തി കഴിഞ്ഞു. അരി കൂടാതെ കടലപ്പരിപ്പും പൊതുവിപണിയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് നൽകുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രമാണിച്ചുള്ള അരി വിതരണമാണോ എന്നറിയില്ല. എന്തായാലും വില കുറഞ്ഞ് 29 രൂപയ്ക്ക് അരി കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മുടെ മാളവർക്ക് സന്തോഷമാകും. കേന്ദ്രവിഹിതം കൂട്ടിയില്ലെങ്കിൽ കേരളത്തിൽ അരിലഭ്യത വെല്ലുവിളി നേരിടുമെന്ന് ഭക്ഷ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയതിന് പിന്നാലെയാണ് കേന്ദ്രം നേരിട്ട് അരി വിതരണം തുടങ്ങിയത്. വിപണിയിൽ 40 രൂപയ്ക്ക് മുകളിൽ വിലയുള്ള അരി 29 രൂപയ്ക്കാണ് പൊതുജനങ്ങൾക്ക് നൽകുന്നത്. നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷനാണ് വിതരണ ചുമതല. നിലവിൽ തൃശ്ശൂരിലെ നഗര ഗ്രാമപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് 10 വാഹനങ്ങളിലാണ് വിൽപ്പന. ഡെയിലി ഒരു 100 പാക്കറ്റ് പോകുന്നുണ്ട് ഡെയിലി രാവിലെ. ഇപ്പോൾ ഇതുവരെ സമയത്തും കൊണ്ട് ആൾക്കാർ നല്ല മാതിരിയായിട്ടാണ് ഇതായി നിൽക്കുന്നത്. ഇന്നലെ ഉദ്ഘാടനം കഴിഞ്ഞത്. ഇന്നലെ 4 മണിക്ക് ഉദ്ഘാടനം. ഇന്നലെ ഒരു 300 ബാഗ് വിറ്റു. ഇന്നലെ തന്നെ ഉദ്ഘാടന ദിവസം തന്നെ പോയി 300 ബാഗ് വിറ്റുണ്ട്. ശരിക്കും ഇന്ന് തുടങ്ങിയാണ് ഒരു ഫുൾ ഡേ ആയിട്ട് നമ്മൾ ഇന്ന് ഉച്ചവരെ ആരംഭിക്കും 100-120 ബാഗ് വിറ്റിട്ടുണ്ട്. കുറഞ്ഞ വിലയ്ക്ക് അരി ലഭിക്കുന്നതിൽ ഉപഭോക്താക്കൾക്കും സന്തോഷം. വളരെ സഹായം. 29 രൂപയല്ലേ ഉള്ളൂ. പുറത്ത് നല്ല വിലയാണെന്ന് തോന്നുന്നത്. നല്ല 50 രൂപയൊക്കെ മേലെ വരുന്നുണ്ടല്ലോ. പരിപ്പുണ്ട്, അരിയുണ്ട്. ഇപ്പോൾ കുറച്ച് നാൾ മുന്നേ സബോള വന്നിരുന്നു. വില കുറവിന് എല്ലാം കൊണ്ട് സഹായം തന്നെയാണ് എല്ലാവരും. അരിക്ക് പുറമെ 60 രൂപയ്ക്ക് കടലപ്പരിപ്പും ലഭ്യമാണ്. FCI ഗോഡൌണിൽ നിന്ന് അരിയും പരിപ്പും പ്രത്യേകം പാക്ക് ചെയ്താണ് വിതരണം ചെയ്യുന്നത്. ഒരാഴ്ചക്കകം എല്ലാ ജില്ലയിലും സാധനങ്ങളുമായി വാഹനങ്ങൾ എത്തുമെന്നാണ് വിവരം. ഓൺലൈൻ മുഖേന ഇത് വാങ്ങാൻ സൗകര്യമൊരുക്കും. 24 തൃശൂർ. എന്തായാലും 29 രൂപയ്ക്ക് അരി കിട്ടും എന്നുള്ളത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ കാര്യമാണ്. അരി വിൽപ്പന തൃശ്ശൂരിൽ തകർത്ത് നടക്കുന്നു എന്നാണ് നമ്മുടെ തൃശ്ശൂർ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്.